വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതിയിൽ കേന്ദ്രം ആളുകളെ പറ്റിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെന്നും വീണ്ടും ദില്ലിയിലെത്തി പ്രധാനമന്ത്രിയെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിൽ നടക്കുന്നത് വംശഹത്യയാണെന്നും മുനമ്പം വഖഫ് പ്രശ്നത്തിൽ നാട്ടുകാർക്ക് സംരക്ഷണം നൽകുമെന്നും കിഫ്ബിയെ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്നും പറഞ്ഞ അദ്ദേഹം ഇടതുപക്ഷവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരിക്കലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടായിരുന്നില്ലെന്നും പറഞ്ഞു. ഉക്രൈൻ പ്രശ്നം പരിഹരിക്കാൻ നടന്ന മോദിക്ക് മണിപ്പൂർ പരിഹരിക്കാനായില്ല. മണിപ്പൂർ കത്തുകയാണ്. അക്രമങ്ങൾക്ക് മണിപ്പൂർ സർക്കാർ പരസ്യമായി നേതൃത്വം നൽകുന്നു. മണിപ്പൂരിൽ നടക്കുന്നത് വംശഹത്യയാണ്. പിന്നിൽ BJPയും RSSുമാണ്. ന്യൂനപക്ഷ സംരക്ഷണത്തിന് പകരം ദ്രോഹിക്കുന്ന നിലപാടാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. വഖഫ് വസ്തുക്കൾ സംരക്ഷിക്കുക എന്നതാണ് സർക്കാർ ചെയ്യേണ്ട കടമ. ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് അതിനെ തകർക്കുന്ന നിലപാടാണ്. ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. പ്രളയത്തിലും പ്രത്യേക സഹായം കേന്ദ്രം നൽകിയില്ല. സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദില്ലിയിലെത്തി വീണ്ടും സഹായം ചോദിച്ചു. ഒന്നും സർക്കാർ ചെയ്തില്ല. ദുരന്ത നിവാരണ നിധിയിൽ നിന്നും പണം എടുക്കാമെന്നാണ് പറയുന്നത്. അതെടുത്താൽ കേന്ദ്രം തിരികെ തരുമെന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഉപയോഗിക്കണം എങ്കിൽ മാനദണ്ഡമുണ്ട്. അതിന് കേന്ദ്രം പണം തിരികെ നൽകാൻ വ്യവസ്ഥയില്ല. കേന്ദ്രം കോടതിയിൽ നൽകിയത് ആളുകളെ പറ്റിക്കുന്ന നിലപാട്. ഇത് കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിയെയും അറിയിക്കും. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നില നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കിഫ്ബിയോട് സ്വീകരിക്കുന്ന സമീപനം നമ്മുടെ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ വലിയ തോതിലാണ് കിഫ്ബി പങ്കുവഹിക്കുന്നത്. 80,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ 8.5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പല വികസന പദ്ധതികളുടെയും പണം കിഫ്ബിയിൽ നിന്ന് നാം എടുത്തതാണ്. പലതും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കിഫ്ബിയെ ആ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്ന വാശിയോടെയാണ് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടും എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തത്. ഇതിനായി ദില്ലിയിൽ പോകും. മറ്റു സംസ്ഥാനങ്ങൾക്ക് പണം നൽകിയപ്പോൾ കേരളത്തിൽ ഒന്നും തന്നില്ല. രാജ്യത്തെ എല്ലായിടത്തുമുള്ളത് ഇന്ത്യക്കാരല്ലേ? കേരളം ഇന്ത്യക്ക് പുറത്താണോ? കേരളം യാചിക്കുകയല്ല, ചോദിക്കുന്നത് അവകാശമാണ്. പുനരധിവാസത്തിനും കേന്ദ്ര പിന്തുണ വേണം. സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി അതുപോലെ നടപ്പാക്കും. സ്ഥലം ഏറ്റെടുപ്പിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.